സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9th ഹിന്ദി യൂണിറ്റ് 5-ൽ ഫസ്റ്റ് ചാപ്റ്റർ രാജ और വിദ്രോഹി പാഠഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്കിന്ന് പരിചയപ്പെടാം. പേജ് നമ്പർ 87. സംബന്ധ പഹചാനെ और മിലാൻ കർക്കെ ലിഖെ. അതായത് ഈ മൂന്ന് ഭാഗങ്ങളും നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആൻസറൊക്കെ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. ഫസ്റ്റ് ക്യാ കഹ, ക്യാ എന്ത്, കഹ പറഞ്ഞു എന്താണ് പറയുന്നത്, കിസ്നെ കഹ ഈ വാക്കുകൾ ആരായിരുന്നു പറഞ്ഞിരുന്നത്, ഇസ്സെ ക്യാ സമച്ച ഈ പറഞ്ഞ വാക്കിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, സമച്ചിന മനസ്സിലാവുക. ഇതിൽ ക്യാ കഹ എന്നുള്ള ഭാഗം രാജാക്കി ഇച്ഛാക്കെ സാമനെ ഹമേം സിർ ജുഗാനാ ഹി പടേഗ. അതായത് ഈ ഭാഗം നമ്മൾ നന്നായി വായിച്ചതാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. രാജാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തല കുനിക്കേണ്ടി വരും എന്ന് പറഞ്ഞ വാക്ക് ആരായിരുന്നു പറഞ്ഞതാണ് അടുത്തത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ന്യായാധീശാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായിരിക്കും ഇതുകൊണ്ട് മനസ്സിലാകുന്നതെന്നാണ് മൂന്നാമത്തെ ഭാഗം. അതായത് അധികാരിക്കെ പ്രതി വഫാദാരി, അധികാരിക്ക് പ്രതി എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്ക് നേരെയുള്ള വിശ്വസ്തതയാണ്. വഫാദാരി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. രണ്ടാമത്തേത് ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हो. യുദ്ധത്തിൻ്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ എന്നാരായിരുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ആരായിരുന്നു? രാജാവാണ് പറഞ്ഞത്. എന്താണ് അതിൽ മനസ്സിലാവുന്നത്? യുദ്ധമേം ബി ആനന്ദ് കാ അനുഭവ് കർണേവാല ശാസകമൻ. യുദ്ധത്തിൽ ആനന്ദം അനുഭവിച്ചറിയുന്ന ഭരണാധികാരിയുടെ ആ മനസ്സിനെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അഗർ ആപ്പ് ന്യായാധീശ് കാ കർത്തവ്യപാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേംഗെ. ഓർക്കുന്നുണ്ടല്ലോ ഇതാരാ പറഞ്ഞതെന്ന്. അതായത് ഒരുപക്ഷെ ജഡ്ജിയുടെ കടമ നിങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ യാതൊരു തീരുമാനങ്ങളും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ആരായിരുന്നു? ഓർക്കുന്നില്ലേ? ജനങ്ങളാണെന്ന്. അപ്പോൾ ജനത എന്ന് മനസ്സിലാക്കുക. നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യായ ദിലാനേമേ അസമർത്ഥ വ്യവസ്ഥക്കോ ചുനൗത്തി, നീതി നൽകാൻ അസമർത്ഥ്യം കാണിക്കുന്ന നേരെയുള്ള വെല്ലുവിളി, ചുനൗത്തി വെല്ലുവിളി. നെക്സ്റ്റ് മഗർ രാജാ ബന്നേക്ക് ബാദ് തോ മഹാരാജ് ഏക് ബാർ ബി ഹമാരെ ഘർ കെ സാമനെ സെ നഹീ ഗുസരെ. അതായത് രാജാവാകുന്നതിന് ശേഷം മഹാരാജ ഒരു തവണ പോലും നമ്മുടെ വീടിൻ്റെ മുന്നിലേക്കൂടെ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു ആരായിരുന്നു? ഹേമാണ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത്? ശാസൻ കെ പ്രതി ജനതാക്കി ആലോചന, അതായത് ഭരണാധികാരിയുടെ നേരെ ജനങ്ങളുടെ വിമർശനം. ലാസ്റ്റ് ആജ്ഞ ദീജിയെ മഹാരാജ് മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. ആജ്ഞ നൽകിയാലും മഹാരാജാവേ എന്നെ സംബന്ധിച്ച് അങ്ങയുടെ ആഗ്രഹമാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞു ആരായിരുന്നു? സേനാപതി എന്ന് ഓർക്കുക. ഇതിലെന്താണ് മനസ്സിലാവുന്നത്? ആദേശം കാ അന്ത അനുസരൻ, ഉത്തരവിൻ്റെ അന്ധമായ പിന്തുടരൽ. ഇത് എക്സാമിന് വരുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്സ്റ്റ് വായിക്കാം. രേഖാങ്കിത പദബന്ധ് പർ ധ്യാൻ ദേ, പദബന്ധോ കാ അർത്ഥ് പഹചാനെ. ഇവിടെ പദബന്ധ് പദാവലി, രേഖാങ്കിതം എന്ന് പറഞ്ഞാൽ അടിവരയിട്ട ആ പദാവലി ശബ്ദം. കാൻ ചഞ്ചന നമ്മൾ പഠിച്ചതാണ്. ധ്യാൻ ദേ അതിൽ ശ്രദ്ധിക്കുക. പദബന്ധോ കാ അർത്ഥ് പഹചാനെ എന്തായിരിക്കും ആ പദാവലിയുടെ അർത്ഥമെന്ന് മനസ്സിലാക്കുക. അതായത് ന്യായാധീശ് പറയാണ് രാജചാരൻ കി ചാപ്പലൂസി സുനുകർ ജനതാക്കെ കാൻ ചഞ്ചന രഹേ ഹേ. സ്തുതിപാഠകരുടെ മുഖസ്തുതികൾ കേട്ട് കേട്ട് ജനങ്ങളുടെ ചഞ്ചന, ഖാൻ ചഞ്ചനാന ഇവിടെ പറയുന്നത് ചൈൻ ഖോജാന എന്ന് പറഞ്ഞ അർത്ഥം സമാധാനം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. പദബന്ധ് അല്ലെങ്കിൽ പദാവലി എന്ന് പറയുന്നത് വാക്യമേം ജബ് ഏക് സെ ജ്യാദാ പദ് മിൽക്കർ ഏക് വ്യാകരണീയ ഇക്കായി ബൻതേ ഹെ ഉസേ പദബന്ധ് യാ പദാവലി കഹത്തെ ഹെ. അതായത് ഒന്നിലധികം പദങ്ങൾ ചേർന്ന് ഒരു വ്യാകരണീയ ഇക്കായിയായി മാറുന്നതാണ് പദബന്ധ് അല്ലെങ്കിൽ പദാവലി. ഇവിടെ ഡെഫിനിഷൻ്റെ ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട പദബന്ധം എന്തൊക്കെയാണെന്ന് നോക്കാം. കാൻ ചഞ്ചനാന അല്ലേ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. സടക് പർ ഗാഡിയോം കാ ശബ്ദ് സുൻകർ മുജെ കാൻ ചഞ്ചന രഹാ ഹേ. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ ശബ്ദം കേട്ട് കേട്ട് എനിക്ക് ആകെ സമാധാനം നഷ്ടപ്പെടുന്നു. അതുപോലെ പാഠഭാഗത്തിലെ പ്രത്യേക പദബന്ധങ്ങൾ ഓർമ്മിക്കുക. ബുർത്ത ബനന അത്യധികം മാർന്ന,
ദിൽ പർ ഹാത്ത് രഖ്കർ കഹിന, ഈമാൻദാരി സെ കഹിന, ഹാത്ത് മസ്ബൂത്ത് കർണ, ശക്തി പ്രദാൻ കർണ. അതുപോലെ നമക്ക ഗുണഗാന. ഇത്രയും ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഹിന്ദി ടു ഹിന്ദി തന്നെ അർത്ഥം പഠിച്ചു വെക്കുക. അതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാനും പഠിക്കുക. നെക്സ്റ്റ് ഭാഗം, യെ സംവാദ് പഠേ और छूटे പരസർഗ് പഹച്ചാനെ. ഈ സംവാദ് കോൺവെർസേഷൻ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കിയ പരസർഗ് പഹച്ചാനെ. പരസർഗ് മീൻസ് പ്രത്യയ കാരക്. കാക്കേക്കിയുടെ പ്രയോഗമാണ് പറയാൻ പോകുന്നത്. ഇവിടെ ന്യായാധീശ് എന്താണ് സംസാരിക്കുന്നത്? രാജചാരൺ കി ചാപ്പലൂസി സുൻസുൻകർ ജനതാക്കെ കാൻ ചൻചനാ രഹേ ഹേ. അതുപോലെ രാജാവ് പറയുന്നത് മുജെ പതാഹേ നമക്ക് ഗുണ് വോ ഗായേഗ ഹി. ന്യായാധീശ് സംസാരിച്ചത് എന്താണ്? ഏത് പരസർഗമാണ് ഒഴിവായത്? ചോടുന്ന രാജചാരൺ കി എന്ന് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അതാണ് പരസർഗം. കി എന്ന ശബ്ദമാണ് ഒഴിവായി. ചാപ്പലൂസി സുൻസുൻകർ ജനതാക്കേക്കാൾ ചൻചനാ രഹേ ഹൈ എന്ന് ഓർമ്മിക്കുക. ഇവിടെ ചാപ്പലൂസി ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ടാണ് രാജചാരൺ കി എന്ന് പ്രയോഗിക്കുന്നത്. നെക്സ്റ്റ്, മുജെ പതാഹേ നമക്ക്. അവിടെ എന്താണ് പരസർഗം ഒഴിവായത്? നമക്ക് കാ ഗുണ് ഗായേഗ ഹി എന്ന് പറഞ്ഞാൽ അവിടെ നമക്ക് കാ ഗുണ്, അവിടെ കാ വെച്ചത് ഗുണ്. അവിടെ ശബ്ദം അവിടെ പുല്ലിംഗമായതുകൊണ്ട് പുല്ലിംഗം ഏകവനമാണ്. വഹ് ഗായേഗാഹി എന്ന് മനസ്സിലാക്കുക. പാഠഭാഗം നന്നായി വായിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള പരസർഗം വിട്ടുപോയത് പൂരിപ്പിക്കാനാവുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും. നെക്സ്റ്റ്, കോഷ്ടകസ്യ ഉചിത പരസർഗ ചുൻകർ റിക്തസ്ഥാൻ വരെ. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പരസർഗമാണ് അല്ലെങ്കിൽ പ്രത്യയമാണ് കാ, കേ, കി. ഇൻ്റെ, ഉടെ, ഉള്ള എന്നാണ് അർത്ഥം. അത് തിരഞ്ഞെടുത്ത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതാണ് റിക്ത് എന്ന് പറഞ്ഞാൽ അവിടെ കാലിയായ ഭാഗത്തേക്ക് എഴുതുക. വായിച്ചു നോക്കാം. നാടക് ഡാഷ് പാത്ര मंच पर आते हैं, राजा डैश वेशभूषा सुंदर थी, बच्चों डैश नाടക जोशीला था. ഇവിടെ എങ്ങനെയാണ് ചേർക്കുക? നാടകക്കെ പാത്ര मंच पर आते हैं. ഹേ എന്നുള്ളതിന് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, അതായത് ബഹുവചനമാണ്. അപ്പോൾ നാടകക്കെ പാത്ര, കെ പാത്ര എന്നാണ് വേണ്ടത്. കാരണം പാത്ര ഇവിടെ ആ തേ ഹൈ വന്നതുകൊണ്ട് പുല്ലിംഗ ബഹുവചനമായിട്ട് മാറണം. ഓക്കെ, അതുകൊണ്ടാണ് നാടകയ്ക്ക് എന്ന് ചേർത്തത്. അതുപോലെ രാജാ കി വേഷഭൂഷ സുന്ദർത്തി എന്ന് പറഞ്ഞാൽ വേഷഭൂഷ ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ട് രാജാവിൻ്റെ മുന്നിൽ അവിടെ കി എന്ന പ്രത്യേകം ചേർക്കണം. അതുപോലെ ബച്ചോ കാ നാടക് ജോശീലാത്ത. ഇവിടെ നാടക ശബ്ദം അവിടെ പുല്ലിംഗം ഏകവചനമാണ്. അതുകൊണ്ട് ബച്ചോം ക, ബച്ച പ്ലസ് ക ബച്ചേ ക, ബച്ചേ പ്ലസ് ക ബച്ചോം ക. എവിടെ വരുന്നത്? ക ഏകവചനമാണ്, ഓർക്കുക. ഇവിടെ കാക്കിയേക്ക് നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചാൽ മാത്രമേ ഇത് വേഗം മനസ്സിലാവുകയുള്ളൂ. എന്നാലും ചെറിയൊരു എക്സാമ്പിൾ പറയാം. നയന കാ ബായ്, വിഷ്ണു കി ബഹൻ, മനു കെ ബേട്ടെ, മനു കി ബേട്ടിയം. ഇവിടെ നയന എന്ന ശബ്ദത്തിന് മുന്നിൽ ബായ് അവളുടെ സഹോദരനാണ്. അതുകൊണ്ട് സഹോദരനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നയനൻ്റെ കൂടെ ക എന്ന് ചേർത്തു. അതിന് വിഷ്ണുവിൻ്റെ മുന്നിൽ ഉള്ളത് അവൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് വിഷ്ണു കി വെച്ചു. അതുപോലെ മനുവിൻ്റെ മുന്നിൽ ബേട്ടെ ആൺമക്കളാണ്. അതുകൊണ്ട് കെ വെച്ചു, പുല്ലിംഗം ബഹുവചനം. അതുപോലെ മനു കി ബേട്ടിയാം, ബേട്ടിയാം പെൺമക്കളാണ്. അതുകൊണ്ട് മനുവിൻ്റെ മുന്നിൽ അവിടെ കി എന്ന് പറഞ്ഞാൽ ഏകവനം ബഹുവനവും കി എന്ന് തന്നെയാണ് സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കുക എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇത് മനസ്സിലാക്കിയിട്ടത് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ടിപ്പണിയിലേക്ക് കുറിപ്പെഴുതാം. രാജ और विद्रोही नाटक का राजा आपको कैसे लगा? राजा की चारित्रिक विशेषताओं का परिचय देते हुए टिप्पणी लिखे. രാജാവ് വിപ്ലവകാരി എന്നുള്ള ഈ നാടകത്തെ രാജാവിന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അങ്ങനെ രാജാവിൻ്റെ ആ സ്വഭാവ സവിശേഷതയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. രവീന്ദ്രനാഥ ടാഗോർ के प्रसिद्ध नाटक है राजा और विद्रोही. हिंदी के प्रसिद्ध लेखक अमर गोस्वामी ने इसे हिंदी में अनुवाद किया. नाटक में राजा को मुझे उतना अच्छा नहीं लगा क्योंकि नाटक के प्रारंभ में ही राजा स्वार्थी और अहंकारी के रूप में व्यवहार करता है, इसलिए कि वो खुद सबसे बड़ा और बलवान मानता है. കുറിപ്പെഴുതുമ്പോൾ പ്രത്യേകിച്ചും എഴുതിയ ലേഖൻ്റെ പേരും കൂടി ഉൾപ്പെടുത്താം. രവീന്ദ്രനാഥ ടാഗോർക്ക് പ്രസിദ്ധ നാടക് അല്ലേ? രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ നാടകം എഴുതിയത്, രാജ और വിദ്രോഹി എന്നുള്ള നാടകം. അതുപോലെ ഹിന്ദിയിലെ പ്രസിദ്ധ എഴുത്തുകാരനായ അമർ ഗോസ്വാമിയാണ് ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. ഹിന്ദി
ിലേക്ക് അനുവാദ കർണ ട്രാൻസ്ലേഷൻ ചെയ്യുക, തർജ്ജമ ചെയ്യുക. നാടകമേ രാജാക്കോ മുജ്ജെ അത്തന അച്ഛാ ലഗാത്ത. നാടകത്തിൽ രാജാവിനെ എനിക്കത്ര വലിയ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, നാടകಕ್ಕೆ പ്രാരംഭമേ ഹി രാജ സ്വാർത്ഥി और അഹങ്കാരി के रूप में व्यवहार करता था. നാടകത്തിൻ്റെ ഫസ്റ്റ് തന്നെ രാജാവിൻ്റെ സ്വഭാവം സ്വാർത്ഥതയും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞവായിരുന്നു. इसलिए वो खुद सबसे बड़ा और बलवान मानता है. അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്നുള്ള അഹങ്കാരവും കാണിക്കുന്നു എന്ന് പാഠഭാഗത്തിൽ പഠിച്ചതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എഴുതുകയാണ് വേണ്ടത്. वो युद्ध को आनंद और उल्लास का अनुभव करने लगता है. इसलिए हेम के साथ झूठा आरोप लगाकर उसके साथ लड़ाई करता है. जनता के सामने राजा न्याय धर्म के पालनहार नहीं. वो युद्ध को आनंद और उल्लास का अनुभव करने लगता है എന്ന് പറഞ്ഞാൽ രാജാവ് യുദ്ധത്തെ ആനന്ദത്തോടും സന്തോഷത്തോടെയും അനുഭവിച്ചറിയുന്ന പോലെ തോന്നുന്നു. इसलिए हेम के साथ झूठा आरोप करने लगाकर उसके साथ लड़ाई करता है എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഹേമനോടൊപ്പം കുറ്റാരോപണം ചുമത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പല തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യുദ്ധം ചെയ്യാൻ ഹേമനോടൊപ്പം തയ്യാറാവുന്നത്. ജനതാക്കെ സാമനെ രാജ ന്യായധർമ്മക്കെ പാലൻഹാർ നഹി. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ രാജാവ് എങ്ങനെയാണ് നീതി സംരക്ഷകനാവുന്നില്ല എന്ന് മനസ്സിലാക്കാം. इसलिए ही जनता उसे चेतावनी देता है. ഇതെല്ലാം മനസ്സിലാക്കിയ ജനങ്ങൾ അദ്ദേഹത്തിന് സൂചന നൽകുകയാണ്. രാജ ജബ് തക്ക് അന്യായ കർത്തേ ഹേ തബ് തക്ക് വോ രാജാ നഹീ ബൻതേ എന്ന് പറഞ്ഞ അർത്ഥം, രാജാവ് എത്ര വരെയാണോ അന്യായം, അനീതി, അധർമ്മത്തിലൂടെ പ്രവർത്തിക്കുന്നത് അതുവരെ ആ വ്യക്തി രാജാവാവില്ല എന്ന് ജനങ്ങൾ പറയുന്നു. कवि भी जनता की शक्ति पहचान कर राजा को सत्य समझ जाते हैं. രാജസദസ്സിലെ കവി പോലും ജനങ്ങളുടെ ശക്തി മനസ്സിലായിക്കൊണ്ട് രാജാവിനെ നല്ല രീതിയിൽ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. इस प्रकार राजा जनता के सामने लड़ाई न करके अधिकार छोड़ना तैयार रखता है. फिर नाटक में राजा का अच्छा गुण हमें देखना पड़ता है. ഇപ്രകാരം രാജാവ് ജനങ്ങളുടെ മുന്നിൽ യുദ്ധം ചെയ്യാതെ തൻ്റെ അധികാരം ഉപേക്ഷിക്കേണ്ടി വരുന്നു. അവസാനം നാടകത്തിൽ രാജാവിൻ്റെ നല്ലൊരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നു. इसलिए ये നാടക बहुत ഗുണ भी है. അതുകൊണ്ട് ഈ നാടകം എല്ലാവർക്കും വളരെ ഗുണമുള്ള ഒന്നായിട്ടും മാറുന്നു.